കൃഷ്ണ ഇത് എന്തൊരു കേസായിരുന്നു? എന്ത് കേസ് പറഞ്ഞിട്ട് അവർ ഈ ഡോഗിനെ പ്രസന്റ് ചെയ്തത്? പറഞ്ഞത് മാഗറ്റിന് ചാവാനെല്ലാം മരുന്ന് കൊടുത്തെന്നും പറഞ്ഞാണ് ഈ കേസ് ഇവിടെ വന്നത്. പക്ഷേ ഏതോ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പുള്ളി തിരക്കിയിട്ടാണ് ടാബ്ലറ്റ് കൊടുത്തത്. വെയിറ്റോ കാര്യങ്ങളോ ഒന്നും അറിയാതാണ് പുള്ളി ഏത് ടാബ്ലറ്റാ കൊടുത്തത്? എന്ന് പറഞ്ഞ മാഗറ്റ് ആവുന്ന ടാബ്ലറ്റ് ആണ് പുള്ളി കൊടുത്തത്. അത് എത്ര മില്ലിഗ്രാമാ കൊടുത്തത്? വെയിറ്റ് നോക്കിയാണ് കൊടുക്കേണ്ടത്. പുള്ളി വെയിറ്റ് പോലും നോക്കാതെ 1.5 ടാബ്ലറ്റ് ആണ് പുള്ളി. അതായത് 10 മില്ലിഗ്രാമിന്റെ 1.5 ടാബ്ലറ്റ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് ഇപ്പൊ എത്ര ഉണ്ട്? 6 kg ആണ് അയാളുടെ വെയിറ്റ്. അപ്പം ഇയാളുടെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് 1.2 mg എത്താവുള്ളൂ. പക്ഷെ അയാള് കൊടുത്തത് 15 മില്ലിഗ്രാം അല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇങ്ങനത്തെ ഐവർമെക്റ്റിൻ ടാബ്ലറ്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡോഗിന്റെ അവസ്ഥ കണ്ടല്ലോ എല്ലാരും. ഇപ്പൊ ഇയാളുടെ കണ്ടീഷൻ എന്തുവാ? ഫുള്ളി കാരണം ഇനി ഇവരുടെ കിഡ്നി ലിവർ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ്. വന്ന് ട്രിപ്പ് ഇട്ട ശേഷം കുറച്ച് കുറയ്ക്കാനൊക്കെ കാരണം വന്ന് ഒന്ന് ആക്റ്റീവ് ആയിട്ടല്ല, ഒരു വീക്ക് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വീക്കായിട്ടായിരുന്നു. കാരണം നമ്മൾ കാറിൽ നിന്നൊക്കെ എടുത്താണ് നമ്മൾ ടേബിളിൽ കൊണ്ട് കിടത്തിയതും കാര്യങ്ങളൊക്കെ ചെയ്തത് തന്നെ. ഇപ്പോഴാണ് ആള് ഈ ഫുഡും കാര്യങ്ങളൊക്കെ കയറ്റിയതിനു ശേഷം ആള് കുറയ്ക്കാനെങ്കിലും തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ഇതൊരു ലെസൺ ആണ്. നമുക്കിത് ആദ്യത്തെ കേസ് അല്ലല്ലോ ഇങ്ങനെ വരുന്നത്. ചിലരൊക്കെ അങ്ങനെയാണ്. കാരണം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെന്ന് മരുന്ന് മേടിക്കുന്നത് ആദ്യത്തെ കേസല്ല. നമുക്കിത് പലതരം ഒരുപാട് കേസ് നമുക്ക് ഇങ്ങനെ നേരത്തെ ഒരു പൂച്ചക്കൊക്കെ അല്ലേ ആളിപ്പോ കുറച്ചൊക്കെ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ ഇങ്ങനത്തെ മരുന്നുകൾ ഐവർമെക്റ്റിൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പാരാലിസിസിലോട്ടാണ് പോകുന്നത്. അതിന് ആന്റിഡോട്ട്സ് പോലും ഇല്ല. നമ്മൾ ആകെ ചെയ്യാൻ പറ്റുന്ന ആനിമൽസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുള്ളത് മാത്രം. അപ്പൊ എല്ലാവർക്കും ഇതൊരു അവയർനെസ് ആയിരിക്കട്ടെ.